വെൽക്കം എവരി വൺ. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെറുള്ളിയും കൈപ്പയ്ക്കായും വറുത്തരച്ച് കറി വെക്കുന്നതെന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ 1/4 കിലോ കൈപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അതരിഞ്ഞ് അല്പം വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പ് വിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഈ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്തരയ്ക്കാനുള്ള മസാലകൾ എടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ കോക്കനട്ടും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 പട്ടയും 2-3 ഗ്രാമ്പൂവും 4-5 ഗ്രാമ്പൂ ഉണ്ട്, 1 ഏലക്കായും പൂവിൻ്റെ പകുതിയും, ഇത്രയും മസാല എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം വറുത്ത് നമുക്കിത് മിക്സിയിൽ അരച്ച് സൈഡിൽ മാറ്റി വെക്കുക. ഇപ്പോൾ ഇതെല്ലാം വറന്നിട്ടുണ്ട്. ഈ വറന്നത് നമ്മൾ അരച്ച് വെക്കാം. നമുക്ക് ജോലി ഒതുക്കി വെക്കുവാണ്. ഇത് അവസാനമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾക്കിത് അരച്ച് വെക്കാം. നമുക്ക് ഇപ്പോൾ ഇത് അരയ്ക്കുവാണ്. ഈ സമയത്ത് നമ്മൾ അല്പം പുളി, ഒരു 10 ഗ്രാം പുളി കാണും, അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. ഇത് നമ്മൾ തക്കാളിക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല, പുളിവെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വാളംപുളി. ഇപ്പം ഞാൻ ഒരു ചട്ടി വെച്ചാണ്, കുഞ്ഞൻ ചട്ടിയാണ്, അതിനകത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ആ പാവയ്ക്കൊക്കെ വേവിച്ച് വെച്ചത് ഈ കുഞ്ഞൻ ചട്ടിയിലോട്ടിട്ട് ആ പുളിവെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പുളി പിടിക്കാൻ വേണ്ടി വെക്കാം. ഇത് നേരത്തെ പുളി ഒഴിച്ച് വെക്കാഞ്ഞത് ഇത് വേവത്തില്ലെന്ന് വിചാരിച്ചാണ്. എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പുളി ഒഴിക്കാതിരിക്കുന്നത്. ഇപ്പം ഞാൻ ആ പുളി ഒന്ന് പിടിക്കാൻ വേണ്ടി, ഇപ്പം വെന്ത് കഴിഞ്ഞ് പുളി പിടിക്കാൻ വേണ്ടി പുളി ഒഴിച്ച് അടച്ച് വെച്ച് ഇപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് അതിപ്പം വെന്തത് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു പാൻ വെച്ച് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ സെപ്പറേറ്റ് ഉള്ളി വഴറ്റുകയാണ്. ഞാൻ ഉള്ളിയെല്ലാം ഏകദേശം വഴറ്റിയിട്ടുണ്ട്. ഇത് വീഡിയോയിൽ ഒരുപാടാകുന്ന നീളമുള്ളതാകുന്നത് കൊണ്ടാണ് മുറിച്ച് കളയുന്നത്. ഇപ്പോൾ ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. നമ്മളൊരു മല്ലി ഇടുന്നില്ല, ആൾറെഡി നമ്മൾ മല്ലി മസാലയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവറാകണ്ട. ഇനി നമുക്ക് നമ്മൾ കൈപ്പയ്ക്ക വേവിച്ച് വെച്ചേക്കുന്നത്, പുളിയിട്ട് വേവിച്ച് വെച്ചേക്കുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കാണുന്ന പോലെയല്ല, വലിയ ചെറിയ ചട്ടിയാണ്, ഭയങ്കര കുഞ്ഞൻ ചട്ടിയാണ്. ഇതിപ്പോൾ നമ്മളിതെല്ലാം ചെയ്തിട്ട് കുഞ്ഞൻ ചട്ടിയിലോട്ട് മാറ്റും. ഇതിപ്പോൾ വേണ്ട, നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുവാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഈ അരച്ച് വെച്ച നമ്മൾ മസാലകളുണ്ടല്ലോ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കുഞ്ഞൻ ചട്ടിയിലോട്ട്. ഇത് ചട്ടിയിലോട്ട് മാറ്റാം. ഇപ്പം മസാല ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുഞ്ഞൻ ചട്ടിയിലോട്ട് മാറ്റാം.
ഇതിൻ്റെ കളർ കണ്ട എത്ര ഭംഗിയാണ്. ഇപ്പം ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായാൽ മതി. ചെറുതായിട്ട് തിളപ്പിച്ചാൽ മതി, കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട. ഇപ്പം ഇതാണ്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാൻ പോവാം. ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ പാൻ വെച്ച് കടു വറുത്തിടാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കൊച്ചു പാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കടുക്, ഉള്ളിയും 2 മുളകെല്ലാം ഇട്ട് നമുക്കൊന്ന് വറക്കാം. താളിക്കുക എന്ന് പറയത്തില്ലേ, അതിനു വേണ്ടിയാണ്. നല്ല ടേസ്റ്റിയായ കറിയാണ്. വേറെ ഒന്നും വേണ്ട ചോറുണ്ണാൻ. നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, കുഞ്ഞൻ ചട്ടി നോക്കിയേ, എത്ര ഭംഗിയുള്ള ചട്ടിയാണ്. പുതിയ ചട്ടിയാണ്. ഇപ്പം വേണ്ട എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഞാൻ ട്രൈ ചെയ്തത് നിങ്ങളെ കൂടെ കാണിച്ചു എന്ന് മാത്രം. എല്ലാം അവരവരുടെ ചോയ്സ്. എത്ര ഭംഗിയായ കറിയാണ്. കാണാനും ഭംഗി, കഴിക്കാനും രുചി. ഒരു പറ ചോറുണ്ണാൻ ഈ കറി മാത്രം മതി. ഗുഡ് ബൈ.